കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ നമ്മുടെ ജീവിതം തുടങ്ങുകയാണ്. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവെ, കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കൃപാസനത്താറെ നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ഇന്ന് ഈ ശനിയാഴ്ച മാർച്ച് മാസം 22-ാം തീയതി അങ്ങയുടെ നാമത്തെ പ്രാർത്ഥിക്കുകയും അങ്ങയുടെ നാമത്തെ ജീവിക്കാൻ പ്രഭാതം മുതൽ ഒരുങ്ങുകയും ചെയ്യുന്ന മക്കളുടെ മേൽ നിൻ്റെ ശുഭമാക്കപ്പെടുന്ന ദൈവകൃപയാൽ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിതത്തിന് വരുന്നിട്ടുള്ള അബദ്ധങ്ങൾ, പലതരത്തിലുള്ള അബദ്ധങ്ങൾ വരും. ചില സമയത്ത് ഒപ്പിട്ട് കൊടുക്കും, പക്ഷെ നമുക്കത് പാലിക്കാൻ പറ്റാതെ വരും. ചില സമയത്ത് ചില തീരുമാനങ്ങൾ എടുക്കും, പകുതി വഴി എത്തും, പക്ഷെ നമുക്ക് മുഴുമിക്കാൻ പറ്റാതെ വരും. ചിലപ്പോൾ ആരെയും മുഷിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഓരോരോ കാര്യത്തിന് ഒത്താശ ചെയ്യും. അവസാനം നമ്മളെ ഇതിലേക്ക് ചാടിച്ചവൻ തന്നെ ഇതെല്ലാം നമ്മുടെ മുതുകത്ത് വെച്ചിട്ട് അവൻ സ്കൂട്ടാകുകയും ചെയ്യും. ഇങ്ങനെ പല പല അബദ്ധങ്ങളിൽ ചെന്ന് മനുഷ്യർ കുരുങ്ങുന്നുണ്ട്. കർത്താവേ, അതിനെല്ലാം രക്ഷിക്കാൻ വേണ്ടി നിനക്ക് മാത്രമേ കഴിയത്തുള്ളൂ. മനുഷ്യന്മാരുടെ ഉപദേശം, എല്ലാത്തിനു വേണ്ടി മനുഷ്യന്മാരുടെ ഉപദേശവും മനുഷ്യനെ ദൈവമായി കണ്ടുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് ദൈവം പറയണ പോലെയാണെന്നുള്ള പൊട്ടവാക്കുകളും പേവാക്കുകളും വിഡ്ഢിയായ മനുഷ്യൻ കെട്ടിയെഴുന്നള്ളിക്കുമ്പോൾ ഓർക്കുക, യഥാർത്ഥ ദൈവത്തെയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതെന്ന്. കർത്താവ്, അങ്ങനെയുള്ള മിഥ്യാബോധങ്ങളിൽ നിന്ന് കർത്താവ് ഞങ്ങളെ നീ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലഹരിക്കടിക്കപ്പെട്ട മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ മാതാപിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം സന്ധിക്കണമേ, സമാധാനപ്പെടുത്തണമേ. നിൻ്റെ കൃപയാൽ അവരെ അതിനെല്ലാം വിടുവിച്ചുകൊണ്ട് കുടുംബത്തിന് സമാധാനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതം തകർന്നു പോയി, മുടിഞ്ഞു പോയി, ഇനിയിപ്പോൾ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് വെറുതെ നിന്ന് കൊടുത്തിട്ട് ഒഴുക്കിൻ്റെ കൂടെ അങ്ങോട്ട് ഒഴുകിപ്പോകുന്ന പോലെ മനുഷ്യന്മാർ നശിച്ച് പോകുന്നുണ്ട്. അവർക്ക് അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞ് കണ്ടു നിൽക്കുന്നവർ ശപിക്കുകയും നമ്മുടെ തകർച്ചയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന മാനസികാവസ്ഥ ഉള്ളവരുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ദൈവമില്ല, ദൈവത്തിന് പോലും എന്നെ വേണ്ട, എനിക്ക് ദൈവത്തിനെ വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് സ്വയം നിർജ്ജലീകരിക്കണ പോലെ ആധ്യാത്മികമായിട്ട് നിർജ്ജലീകരിക്കുന്ന ആൾക്കാരുണ്ട്. കർത്താവെ, എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു കുടുംബത്തിന് വന്നിരിക്കുന്ന അബദ്ധം, വന്നിരിക്കുന്ന പെട്ടുപോയ അവസ്ഥകൾ, അതെങ്ങനെയാണ് അവിടെ കയ്യിരിപ്പ് കൊണ്ടാണെന്നൊക്കെ അവർക്ക് പശ്ചാത്താപം ഉണ്ടെങ്കിലും പക്ഷേ അതേസമയം ഇതിന് കരകയറാനുള്ള മാർഗമൊന്നും കാണുന്നില്ല. സാമ്പത്തികമായി കരകയറാൻ മാർഗം കാണുന്നില്ല. പല പല മരുന്നുകളും പല പല ലഹരി വിഷവസ്തുക്കളൊക്കെ കഴിച്ചിട്ട് ശരീരം പോയി നഷ്ടപ്പെട്ടിട്ട് ആ രോഗങ്ങളിൽ നിന്ന് കരകയറാൻ പറ്റണില്ല. ഇങ്ങനെ സ്വന്തം കഴിവിനെ കരകയറാൻ പറ്റാത്ത മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചില കൂട്ടുകെട്ടുകളിൽ ചെന്ന് അകപ്പെട്ടു, ചില ലൈംഗിക ബന്ധങ്ങളിൽ ചെന്ന് അകപ്പെട്ടു, പിന്നെ രക്ഷപ്പെടാൻ പറ്റുന്നില്ല. എന്നാൽ പിന്നെ മരണം വരെ ഇങ്ങനെ പോട്ടെ എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മഹത്യ ഭീഷണിയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതക ഭീഷണിയും അങ്ങനെ ചെന്ന് ചുഴിയിലകപ്പെട്ടു പോയ കുടുംബങ്ങൾ, അവരെ നീ കർത്താവ്, അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ ജീവിതം ഒടുങ്ങിപ്പോയവരെ, പോസ്കോ കേസ് അകപ്പെട്ടവരെ, അല്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്യാതെ തന്നെ എന്നെ ശിക്ഷിച്ചു, എന്നാൽ തെറ്റ് ചെയ്തിട്ട് കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശിക്ഷ മേടിച്ചതിൻ്റെ പേരിൽ പുതിയ തെറ്റുകൾ ആവർത്തിച്ച് നിരാശപ്പെട്ട് വീണ്ടും തെറ്റിൽ തന്നെ മെഴുകി ജീവിക്കുന്നവരുണ്ട്. അവരെല്ലാവരും ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുതിയ സംരംഭത്തിന് വേണ്ടി ഒരുങ്ങുന്നവരെ ആശീർവദിക്കുന്നു. പുതിയ പഠനങ്ങൾക്ക് ഒരുങ്ങുന്നവരെ ആശീർവദിക്കുന്നു. പുതിയ യാത്ര ചെയ്യാൻ ഉദ്യമിക്കുന്നവരെ ആശീർവദിക്കുന്നു. പുതിയ ജീവിത രീതികളും പ്ലാനുകളും പദ്ധതികളും നടപ്പിൽ വരുത്താൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ ആശീർവദിക്കുന്നു. അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് അബദ്ധമാണെങ്കിൽ അതിനെ പിന്തിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. ഗർഭിണികളെ ആശീർവദിക്കുന്നു. പ്രസവ വാർഡ് കഴിയുന്നവരെ ആശീർവദിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് രോഗമാകുന്നവരെ ആശീർവദിക്കുന്നു. പലതരത്തിലുള്ള കുടുംബസമാധി ഇല്ലാത്തവരെ ആശീർവദിക്കുന്നു.
ഭർത്താവും ഭാര്യയും പിരിഞ്ഞു നിൽക്കുന്നവരെ ആശീർവദിക്കുന്നു. കർത്താവിൻ്റെ കരുണ അവർക്ക് ആവശ്യിക്കുകയും ഒരുമിച്ച് ജീവിക്കാൻ അവർ സഹായിക്കുകയും ചെയ്യട്ടെ. ജീവിക്കാൻ മാർഗമില്ലാത്തവരും തൊഴിലില്ലാത്തവരും ചെയ്യുന്ന തൊഴിലിൽ കടം കയറി മുടിഞ്ഞവരെയും ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ പരസ്പരം വെറുക്കപ്പെട്ടവരായിട്ട് കുടുംബത്തിൽ തന്നെ ജീവിക്കണോ വേണ്ടതെന്ന് ഓർത്തിട്ട് വിഷമിക്കുന്ന പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ശക്തി, 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യത, കൃപാസ്ഥാനത്താറെ ജീവനുടെ പ്രത്യക്ഷയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥലെ ഞാൻ നിന്നെ ആശ്രയിക്കുന്നു, നിൻ്റെ കുടുംബത്തെ ആശ്രയിക്കുന്നു. നിൻ്റെ തകർന്നുപോയ മനസ്സിനെയും കടങ്ങൾക്ക് പതുക്കെ കടങ്ങളായിട്ട് സമാധാനം കിട്ടാത്ത ജീവിതാവസ്ഥകളെയും ആശ്രയിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ അനുഗ്രഹിക്കപ്പെടുകയും വീണ്ടെടുക്കപ്പെടുകയും ചെയ്യട്ടെ. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവിശ്വരന്നീക്കാമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ബൈബിളിൽ കഴിഞ്ഞ പുസ്തകങ്ങൾക്ക് കർത്താവ് എന്നോട് പറയുന്നൊരു ശുഭമാക്കുമെന്ന് പറയും. ഇത് പറയാൻ തുടങ്ങിയിട്ട് ഒരു 1.5 മാസമായി. ശുഭമാക്കുക എന്നുള്ള വിഷയം ദൈവത്തിൻ്റെതാണെന്നാണ് എന്നോട് പരിശുദ്ധാത്മാ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എങ്ങനെയാണ് ശുഭമാക്കണത്. നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ പണ്ടൊരിക്കൽ നിങ്ങളോട് ഇതേ വേദി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാന വചനം 39:23. ജോസഫിനെ ഭരമേൽപ്പിച്ച ഒരു കാര്യത്തിലും കാരാഗൃഹ സൂക്ഷിപ്പുകാരൻ ഇടപെട്ടില്ല. കാരണം കർത്താവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ ചെയ്തതൊക്കെയും കർത്താവ് ശുഭമാക്കുകയും ചെയ്തു. അതാണ് സംഭവം. കർത്താവ് കൂടെ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ ശുഭമാക്കൽ, ഭംഗിപ്പെടുത്തൽ പറയത്തില്ലേ, നമ്മൾ ഭംഗിപ്പെടുത്തൽ, ബ്യൂട്ടിഫിക്കേഷൻ വേറെ വിഷയമാണ്. ഇപ്പം നമുക്കൊരു വീട് കിട്ടി, ഒരു വീട് കണ്ട് നമ്മളൊക്കെ കെട്ടി വീടുണ്ടാക്കി. അപ്പോൾ നമ്മൾ ചിന്തിക്കും, നമുക്ക് കാശുണ്ട്, അല്ലെങ്കിൽ ലോൺ കിട്ടും, പിന്നെ നമ്മുടെ നല്ല എൻജിനീയർ നമ്മുടെ കൈവശമുണ്ട്, സാധനങ്ങൾ നമുക്ക് വില കുറച്ച് കിട്ടും, സ്ഥലമുണ്ട്, കാറ്റ് പിടിച്ചുള്ള സ്ഥലമാണ്, ഇതെല്ലാം നമുക്കുണ്ട്. നമുക്ക് ആവശ്യത്തിന് ബുദ്ധിയും അധ്വാനിക്കാനുള്ള കഴിവും പണമൊക്കെ ഉണ്ടെങ്കിലും ആക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കയ്യിലാണ്. ഈ ശുഭമെന്ന് പറയുന്നത് നമ്മൾ സിനിമയൊക്കെ ചെയ്യുമ്പോഴേ ഇപ്പം എന്ത് സമയം ഈ അവസാനമൊക്കെ ഉണ്ടല്ല, ശുഭമെന്നും എഴുതി കാണിക്കും. ഇപ്പോഴെഴുതി കാണിക്കണില്ല, കാര്യം ശുഭമല്ലല്ലേ. ഇപ്പോഴത്തെ സിനിമയൊന്നും അവസാനിക്കണത് ശുഭമല്ലല്ല. അതുകൊണ്ട് അവർക്കറിയാം ശുഭമല്ലാതെയാണ് അവസാനിക്കണമെന്ന്. പണ്ട് എഴുതി കാണിക്കുന്നത് ശുഭമെന്ന്.
ഈ ശുഭമെന്ന് എഴുതി കാണിക്കുന്നത് എപ്പോഴാണ്? അവസാനമാണ് എഴുതി കാണിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതം ശുഭമാണോ അശുഭമാണോ എന്ന് അവസാനമേ അറിയാൻ പറ്റത്തുള്ളൂ. എനിക്കറിയാവുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുനാളിലൊക്കെ അവിടെ നിന്ന് ഞങ്ങളുടെ നാട്ടിൽ ആരും അമേരിക്ക പോകത്തില്ല. അന്ന് അമേരിക്ക വെച്ച് കേട്ടില്ല. എല്ലാവരും പോകേണ്ട പേർഷ്യ എന്നാണ് പറയണത്. പേർഷ്യയിൽ പോകണത്. പിന്നീട് ഗൾഫ് എന്ന് പറയാൻ തുടങ്ങിയത്. അപ്പോൾ 70കളിലൊക്കെ ആൾക്കാർ പേർഷ്യ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. 80കളിലാണ് പിന്നീട് ഗൾഫ് എന്നൊക്കെ പറയാൻ തുടങ്ങിയത്. അപ്പോൾ കുറേ ഇറാനും ഇറാഖ് അല്ലാതെ വേറെ രാജ്യങ്ങളൊക്കെ വന്നപ്പോൾ ഗൾഫ് കൺട്രീസ് വന്നു. അപ്പോൾ ആദ്യം ആൾക്കാർ പോയിക്കൊണ്ടിരുന്നത് അതൊക്കെ മുമ്പ് പോയിക്കൊണ്ടിരുന്നത് ബർമയിലാണ്. അതൊക്കെ മുമ്പ് പോയിക്കൊണ്ടിരുന്നത് കൊളംബിലാണ്. ആൾക്കാരൊക്കെ എല്ലാ കാലം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ നാട്ടിൽ നിന്ന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഇപ്പോൾ ഉണ്ടായതല്ല, പണ്ട് മുതലേ ഉള്ളതാണ്. ഓരോ മനുഷ്യർ പിന്നെ പുറത്തേക്ക് ഇങ്ങനെ പോകും. പക്ഷേ അവസാന കാലങ്ങളിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ആൾ ആദ്യം നാട്ടിൽ നിന്ന് അമേരിക്ക പോയ ആളാണ്. അപ്പോൾ വളരെ നല്ല മിടുക്കൻ അമേരിക്കക്കാരെ പോലെ തന്നെയാണ് നാട്ടിൽ വന്ന് ഇറങ്ങണത്. അത്രയും നല്ല ചുവപ്പ് കളറും നല്ല ഭയങ്കരമായിട്ടുള്ള സ്മാർട്ട് ലുക്കിംഗ് ഒക്കെ ആയിട്ട് കുറേ കുഞ്ഞുങ്ങളും ഭാര്യയും ഭർത്താവൊക്കെ ആയിട്ട്. പക്ഷേ അവസാന കാലങ്ങളിൽ ഞാൻ അറിഞ്ഞത് അദ്ദേഹത്തിന് ആ നല്ല ഭാര്യ അദ്ദേഹത്തിന് ഇട്ടിച്ചും പോയെന്ന് പറഞ്ഞു. പിന്നെ അവരും പിന്നെ വേറൊരുത്തതിനെ കല്യാണം കഴിച്ചു, അവരും മരിച്ചു, ഇയാളും മരിച്ചു. നാട്ടിൽ നിന്ന് കൊണ്ടുപോയ ആൾക്കാർ സഹോദരങ്ങളും മരിച്ചു. എല്ലാം അശുഭമായി പോകണവരാണ്. അപ്പോൾ ഈ ശുഭമെന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല, വലിയ കാര്യമാണ്. ശുഭം ആക്കുകയാണ് വേണ്ടത്, ശുഭമാകുകയല്ല, ദൈവം ആക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വെളിപാടിൻ്റെ ഉൽപ്പത്തി പുസ്തകം പറയണത് 39:23 പറഞ്ഞത് എന്താണ്? അവൻ ചെയ്തതെല്ലാം അവിടുന്ന് ശുഭം ആക്കുകയും ചെയ്തു. അപ്പം ദൈവമാണ് ഇത് ചെയ്യേണ്ടത്. ആക്കണമെങ്കിൽ ശുഭമാക്കുകയാണ് ചെയ്യണത്. അപ്പം നമുക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ. പഠിക്കാൻ പറ്റും, പക്ഷെ ശുഭമാക്കേണ്ടത് ദൈവമാണ്. നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റും, ശുഭമാക്കേണ്ടത് ദൈവമാണ്. നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാകും, ശുഭമാക്കേണ്ടത് ദൈവമാണ്. നമുക്ക് വീട് വെക്കാൻ പറ്റും, ശുഭമാക്കേണ്ടത് ദൈവമാണ്. അതാണ് ശുഭമാക്കുക എന്ന് പറയുന്നത്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇന്നലെയാണോ മെനയാന്ന് സജി തോമസിൻ്റെ സാക്ഷ്യം. ഇവിടുത്തുകാരനായ നമ്മുടെ മലയാളിയാണ്. പക്ഷേ പുള്ളിക്കാരൻ 10-20 കൊല്ലമായിട്ട് പഞ്ചാബിൽ ബോർഡറിൽ താമസിക്കാൻ, പാകിസ്ഥാൻ ബോർഡറിൽ താമസിക്കാൻ സജി തോമസ്. അയാൾ ഒരു ദിവസം നാട്ടിൽ വന്നപ്പോൾ ബസ്സുകാർ അദ്ദേഹത്തിനെ ഇവിടെ കൊണ്ടുവന്ന് മാതാവിനെ കാണിച്ചു. അപ്പോഴേ കുറേ പ്രോബ്ലമാണ്. പുള്ളിയുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ സ്കൂൾ നടത്തുകയാണ്. 4 സ്കൂളുണ്ട്. വൈഫ് പ്രിൻസിപ്പളാണ്, പുള്ളിക്കാരൻ അതിൻ്റെ ചെയർമാനാണ്. ഇപ്പം സ്കൂൾ ഡെവലപ്പ് ചെയ്ത് വരും. നിങ്ങൾക്കറിയാവില്ല, ഓരോ സംഭവം ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അത് ട്രസ്റ്റാണെങ്കിൽ അതിൻ്റെ ട്രസ്റ്റിൻ്റെ അകത്ത് വേറെ ആൾക്കാർ ഇപ്പോൾ നാട്ടിലെ പല ലൈബ്രറിയില്ലേ, ലൈബ്രറി തുടങ്ങിയ ആൾക്കാർ വേറെ ആയിരിക്കും, ഇപ്പം നടത്തണത് വേറെ ആൾക്കാരായിരിക്കും. കൂടുതൽ ആൾക്കാർ വേറെ പാർട്ടിയുടെ ആൾക്കാർ അതിൻ്റെ അകത്ത് കൂടുതൽ കയറിയിട്ട് അവർക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവർ ഭരണം പിടിച്ചെടുക്കുമ്പോൾ കയ്യിൽ നിന്ന് ഉണ്ടാക്കിയവൻ ആ സ്ഥാപനം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇങ്ങയുടെ സ്കൂള് എല്ലാം ഇതുപോലെ നഷ്ടപ്പെട്ടു പോയി. ഒന്ന് ചിന്തിച്ച് വയ്ക്കണേ. കഷ്ടപ്പെട്ട അങ്ങേര് പിന്നെ ട്രസ്റ്റായതുകൊണ്ട് ഷെയറല്ലേ, 1% കൂടുതൽ ആർക്കിടുന്നു അവർക്കാണ് അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ പവറും. അതിന് കമ്പനികൾക്കും അതാണ് സംഭവിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട ആൾക്കാർ ഷെയർ കൊടുക്കത്തില്ല. പക്ഷെ സന്നദ്ധം നടത്താൻ വരുമ്പോൾ ഷെയർ പബ്ലിക്കായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അവർ അധികാരം കൊണ്ടുപോകും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇയാളുടെ സ്കൂളുകളെല്ലാം നഷ്ടപ്പെട്ടു. സജി തോമസിൻ്റെ മാന്യനായൊരു മനുഷ്യൻ, നല്ല രസകരമുള്ള സാക്ഷ്യമാണ്. ഇട്ടിട്ടില്ല, ഈ ദിവസങ്ങൾ അപ്പ് ചെയ്യും. അദ്ദേഹം വേറെ സർക്കാസ്റ്റിക്കായിട്ടൊരു കാര്യം പറയും. അയാൾ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടി എടുത്ത് ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോൾ തന്നെ മൊബൈലിലൊരു മെസ്സേജ് വന്ന്. എന്ത് മെസ്സേജ് എന്നറിയാവോ? കിട്ടാക്കടമായൊരു സംഭവം ഉണ്ടായിരുന്നു.
3 കൊല്ലമായിട്ട് യാതൊരുവിധ കറസ്പോണ്ടൻസും ഇല്ലാതെ പൈസ കിട്ടാതെ കിടന്നൊരു സ്ഥലമാണ്. ഇയാൾക്ക് അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇത് ചിന്തിച്ചിട്ടില്ലേ മനുഷ്യൻ? ഈ മനുഷ്യൻ അതിനെ ഉടമ്പടി എടുത്തപ്പോൾ അത് പറഞ്ഞിട്ടില്ല. കാര്യം അത് പുള്ളി എഴുതി തള്ളിയാണ്. എഴുതി തള്ളിയാലും നിൻ്റെ രക്തത്തിൻ്റെ പണമാണ്, നിൻ്റെ വേർപ്പിൻ്റെ കാശാണെങ്കിൽ അമ്മ ഉടമ്പടി ഇല്ലാത്ത കാര്യങ്ങൾക്കും സമാധാനം ഉണ്ടാക്കും. ശ്രുതികട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈ സജി തോമസ് എന്ന് പറയുന്ന സാറ് പക്കയാണ്. പത്രവിതരണം ചെയ്യുന്ന കാര്യത്തിലും അത് ഹിന്ദി പത്രം വാങ്ങിച്ചുകൊണ്ട് പോണത്. ഹിന്ദി പത്രം വാങ്ങിച്ചിട്ട് അദ്ദേഹം കർത്താവിനെ അറിയാത്ത മേഖലകളിലൊക്കെ അറിയിക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. നമ്മളിങ്ങനെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് എന്ന് ആദ്യമേ തന്നെ ദൈവത്തിന്. ഇപ്പം ചില ആൾക്ക് എന്നെ കാണാൻ വരത്തില്ലേ, അച്ഛനെ കാണാൻ ഇവിടെ ആൾത്തറയിൽ കടവുള്ളവർ വരും, രോഗികൾ വരും. ചില ആൾക്കാർ വരുമ്പോൾ തന്നെ ഞാൻ പറയും, ചേട്ടാ ഇത് ശരിയാകത്തില്ല ചേട്ടാന്ന് പറയും. അതെന്താ കാര്യം? ചേട്ടന് കർത്താവുമായിട്ട് ബന്ധമൊന്നുമില്ല. വൈഫിൻ്റെ ഉടമ്പടി എടുത്തിട്ട് അതിൻ്റെ പേരിൽ പുള്ളി വൈഫിൻ്റെ ജാമ്യത്തിൽ വന്നിരിക്കുന്ന ഒരു പ്രതിയാണ് പുള്ളി. ഇയാളിത് വീട്ടിൽ പോയാലും ഒന്നും ചെയ്യത്തില്ല. പെണ്ണുമ്പിള്ളയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കാൻ നോക്കും, വർക്കൗട്ട് ചെയ്യത്തില്ല. നമുക്കറിയാൻ പറ്റും. നമ്മൾ ഈ മോട്ടർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഗ്യാസ് അടിക്കണ പോലെ അടിക്കത്തില്ല. ചിലന്മാരുടെ തലേ കൈവെക്കുമ്പോൾ തന്നെ അറിയാം ഈ സാധനം നടക്കത്തില്ലെന്നറിയാം. അപ്പം എൻ്റെ സ്വഭാവത്തിൽ ഞാൻ നേരിട്ട് പറഞ്ഞേക്കാം, ചേട്ടാ നടക്കത്തില്ല ചേട്ടാ, വടിയിട്ടൊക്കെ പറയും. അതെന്താ കാര്യം? ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇത് ആരുടെ എങ്കിലും കെയർ ഓഫിൽ അനുഗ്രഹം അടിച്ചു മാറ്റാൻ പറ്റത്തില്ല. സത്യസന്ധത ഒരു പ്രശ്നമുണ്ട്. അതായത് ആരെങ്കിലും കൂടെ പണിയെടുപ്പിച്ചിട്ട് നിങ്ങളതിൻ്റെ ആനുകൂല്യം കൈപ്പറ്റാൻ പറ്റത്തില്ല. ഉടമ്പടി നോക്കുകൂലിയൊന്നുമില്ല. മനസ്സിലായില്ലേ? അതെപ്പോഴും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഭാര്യയെപ്പോലെ തന്നെ വിശ്വസിക്കുകയും നിങ്ങൾക്ക് ആവതില്ല പ്രവർത്തിക്കാമെന്ന് വിചാരിച്ചോ എന്ന് വെച്ചോക്കെ, നിങ്ങൾക്ക് ആവതുണ്ടായിട്ടും നിങ്ങൾ പ്രവർത്തിക്കത്തില്ല. അതിന് പകരം വൈഫിനെ കൊണ്ട് പ്രവർത്തിച്ചിട്ട് നിങ്ങൾ നോക്കുകൂലി വാങ്ങിക്കും. അത് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം ദൈവം നമ്മുടെ മനസ്സല്ലേ നോക്കണത്. അപ്പം അങ്ങനെ നിങ്ങളെ സ്പോൺസർ ചെയ്യുന്നവർ, അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പരീക്ഷക്കാരെ അച്ഛൻ നേരിട്ട് എടുക്കണില്ലല്ല. പരീക്ഷക്കാർക്ക് കാണണമെന്നുണ്ടെങ്കിൽ അവർ ഉടമ്പടി ചെയ്യണം. അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ ഒരു നിർദ്ദേശമാണ്, ഒരു വീട്ടിൽ 2-3 ഉടമ്പടിയുടെ ആവശ്യമൊന്നുമില്ല. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ പരീക്ഷക്കാരുണ്ടെങ്കിൽ അവരെ കൊണ്ട് നിങ്ങൾ ഉടമ്പടി എടുപ്പിക്കേ. അല്ല പിന്നെ അമ്മയും വന്ന് ഉടമ്പടി എടുത്ത് അപ്പനും വന്ന് ഉടമ്പടി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളുടെ വീട്ടിൽ പരീക്ഷക്കാരുണ്ട്, അതുപോലെ തന്നെ ഏറ്റവും അത്യാവശ്യം ഇരിക്കുന്ന ആൾക്കാരെ കൊണ്ട് ഒരു ഉടമ്പടി എടുപ്പിക്കുക. അപ്പം പിന്നെ അത് ആ ഉടമ്പടി മകള് ഉപയോഗിക്കാൻ പറ്റും, അമ്മയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ല. അപ്പം അത് അങ്ങനെ മക്കൾ ചെയ്യണം. അല്ലാതെ അമ്മ ഉടമ്പടി എടുത്ത് മകൾ വേറെ ഉടമ്പടി എടുക്കരുത്. അതൊരു മണ്ടത്തരമാണ്. ഞങ്ങൾക്കിങ്ങനെ ഉടമ്പടിയുടെ എണ്ണം കൂടി ഒന്നും ചെയ്യാനില്ല. ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ദൈവത്തിൻ്റെ പൈതങ്ങളായിട്ട്. ചേച്ചി എന്താ പറയണത്? ഞാൻ ദൈവ പൈതലല്ല, എനിക്ക് കർത്താവിൻ്റെ അവകാശമില്ല, എനിക്ക് ക്ഷമിക്കാൻ പറ്റണില്ല. അതാണ് പ്രശ്നം. ഞങ്ങൾ നോക്കണ അതാണ്. ഉടമ്പടി എണ്ണം കൂട്ടുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് നിങ്ങൾ ഉള്ളവർ ദൈവത്തിൻ്റെ കൃപയിൽ ദൈവത്തിനൊരു ഞങ്ങൾക്ക് ബോധ്യപ്പെടാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ബോധ്യപ്പെടാൻ പറ്റണ എന്തുമാത്രം ബോധ്യപ്പെടാൻ പറ്റും? ആ ക്ലാപ്പ് പേപ്പർ നോക്കിയിട്ട് നിങ്ങൾ സഭയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ ഉടനെ നിങ്ങൾ തലയാട്ടും. ഉണ്ടെന്നാ ഇല്ലെന്നാ. ആ കൗൺസിലിന് കണ്ണ് കാണാൻ പാടില്ലെങ്കിൽ ഇല്ലെന്നാണ്, ഉണ്ടെന്നാണോ പറഞ്ഞതെന്ന് ഇല്ലെന്നാണെന്ന് അറിയാൻ പറ്റില്ല. അവർ ടിക്കിടും. ഇപ്പോൾ വയസ്സന്മാരൊക്കെ അല്ലേ ഇരിക്കണം. എനിക്ക് അത് കാരണം എനിക്ക് പേടിയാണ്. ഇവരെന്തെന്ന് പടപെടാൻ ടിക്കറ്റ് പോകണ്ടല്ലോ. അതെന്ന് വെച്ചാൽ പ്രശ്നം, നിങ്ങളുടെ സഭയിൽ പ്രവർത്തിക്കുന്നുണ്ട്, അവർ തലയാട്ടും.
ഉണ്ടെന്നാണ് ഇല്ലെന്നാണ് നമുക്കറിയാൻ പാടില്ല. എല്ലാവരും ടിക്കിടും. എന്താണ് എനിക്ക് പോകണം എന്ന് പറഞ്ഞ് നിൽക്കുകയല്ലേ. നിങ്ങൾ ഈ വാണത്തിന് തീ കൊടുക്കാൻ വേണ്ടി നിൽക്കണ പോലെ നിൽക്കുകയാണ് അവിടെ. നിങ്ങൾ മര്യാദക്ക് ഇതൊക്കെ ആദ്യം മനസ്സുകൊണ്ട് തന്നെ ഇത് പുതുക്കുക. എന്നിട്ട് അതിൻ്റെ രേഖ ഇവിടെ ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത് ആദ്യം. അല്ല, ഈ രേഖ ഒന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങൾ തോന്നിവാസം ചെയ്യുകയും ചെയ്യും. ഇവിടെ വന്ന് നുണ പറഞ്ഞ് രേഖ ഉണ്ടാക്കിയിട്ട് പോന്നു കഴിഞ്ഞാൽ എന്ത് വർക്ക് ചെയ്യാനാണ്? ഉടമ്പടിയോട് സിൻസിയറിറ്റി കാണിക്കണം. ദൈവം എന്താ കൗണ്ട് ചെയ്യണത്? ദൈവം ഈ ക്ലാപ്പ് പേപ്പറല്ല കൗണ്ട് ചെയ്യണത്. ക്ലാപ്പ് പേപ്പർ കൗണ്ട് ചെയ്യണ ജോസഫച്ചൻ. ദൈവം കൗണ്ട് ചെയ്യണ അതല്ല, വേറൊരു ക്ലാപ്പ് പേപ്പറുണ്ട്. ഈ സത്യസന്ധമാണോ എന്ന് ദൈവത്തിന് അറിയാമല്ല. ഈ പറഞ്ഞ് പറ്റിച്ചിരിക്കുന്ന സംഭവം സത്യസന്ധമാണോ ഇല്ലെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ദൈവസ്നേഹത്തോട് സത്യസന്ധമായി ഉടമ്പടിയോട് സുവിശേഷ വിഹിതമായി പ്രതികരിച്ചിട്ട് ദൈവസ്നേഹത്തിൻ്റെ സാക്ഷികളാകാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ലൂക്ക 10:37 ലുക്ക 10:37. യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. ഇതേതാ? ഇത് ഉടമ്പടി വചനമാണ്. അവൻ പറയണ പോലെ ചെയ്യുക എന്നുള്ളതിൻ്റെ തന്നെ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിലെല്ലാം ഉള്ളത് ഉടമ്പടി വചനങ്ങൾ തന്നെയാണ്. ചെയ്യാതെ ഇതൊന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്നല്ല അവൻ ചോദിച്ചത് 25:10 അല്ലേ? ഇപ്പം അതിൻ്റെ മറുപടി എന്നാ വന്നിരിക്കണേ 10:25. നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പം ഈശോ പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. അതുപോലെ ചെയ്യണം പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കണത്? ഇപ്പോൾ ഉടമ്പടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇതിനേക്കാൾ കൂടുതലാണ് ഈ സമരക്കാരൻ പറഞ്ഞിരിക്കണത് അല്ലേ? എന്താണ്? 2 ദിനാറ കൊടുത്തിട്ട് പറഞ്ഞു, എന്തെങ്കിലും കൂടുതൽ ചിലവായാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ അത് തന്നുകൊള്ളാം. പറഞ്ഞതല്ല, പറഞ്ഞേക്കാൾ കൂടുതലാണ്. മാന്യം കൂടാതെ. വാട്ട് ഇസ് ദാറ്റ്? തീഷ്ണതയിൽ മാന്യം കൂടാതെ. അതായത് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. റോമ 12:11. റോമ 12:11. തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ. പറഞ്ഞേ. തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. ഇത് കണ്ടില്ലേ? ഇതൊരു ഉടമ്പടി വചനമാണ്. എന്താണ് പറഞ്ഞ? തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുക. ഈ വാക്കിന്റെ കൂടെയാണ് നമ്മൾ 25-35 ചേർത്ത് വായിക്കേണ്ടത്. അത് 25-35 മത്തായി ശ്ലീഹായുടെ. മത്തായി ശ്ലീഹ എന്താ പറഞ്ഞത്? ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു അല്ലേ? ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. അപ്പം നഗ്നനും രോഗിയും നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ അവരാരായിട്ട് കാണാമെന്നാണ് പറയണത്? കർത്താവായിട്ട് കാണണം. അതിന് എന്ത് പറ്റും? അതിനാണ് 12:13 പറയണത്. തീക്ഷ്ണതയിൽ പറഞ്ഞ് തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ നിങ്ങൾ കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. അപ്പൊ എന്നാ മനസ്സിലായി? തീക്ഷ്ണത ഒരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പമാണ്? ഇതിനിടക്ക് മാന്യം വരും. ഈ പയറിന് മുഞ്ഞ വരത്തില്ലേ? മുഞ്ഞ എന്ന് പറഞ്ഞാൽ എന്നാ? അതിന് ഒരു തരം പുഴുക്കളാണ്. അതുപോലെ തീക്ഷ്ണതയ്ക്കൊരു കുഴപ്പം വരും. എന്താണ്? മാന്യം വരും, കുറഞ്ഞു. ഉടമ്പടിയിൽ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങൾ പ്രത്യക്ഷീണം പ്രാർത്ഥന ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കണം. എന്ത് പ്രാർത്ഥിക്കണം? കർത്താവേ, എൻ്റെ തീക്ഷ്ണതയ്ക്ക് മാന്യം ഉണ്ടാവരുത്. കാര്യം ഈ തീക്ഷ്ണത എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ദൈവത്തിന് ഭയങ്കര കൊതിയുള്ള സബ്ജക്റ്റാണ്. അല്ലാതെ ആക്കാനും വേണ്ടി ഓക്കാനിച്ച് എപ്പോഴെങ്കിലും ചെല്ലുമ്പോൾ ചെല്ലട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴെങ്കിലും ആകട്ടെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വന്നാലുള്ള കുഴപ്പം ബൈബിൾ പറയുമേ, നിനക്ക് നേരത്തെ ഉണ്ടായിരുന്ന തീക്ഷ്ണത ഇപ്പം ഇല്ലെന്ന് പറയും.
ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. വെളിപാടിന്റെ പുസ്തകം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന. വെളിപാട് 2:4. എങ്കിലും നിനക്കെതിരെ, സഭകളോട് പറയുന്നതാണ് ആത്മാവ്, എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്കാദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞിരിക്കുന്നു. അതിനാൽ നീ ഏത് അവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക. അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നിൻ്റെ അടുത്ത് വരികയും നിൻ്റെ ദീപപീഠം അതിൻ്റെ സ്ഥാനത്ത് നീക്കിക്കളയുകയും ചെയ്യും. ദീപപീഠം എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ്. തീഷ്ണത കുറഞ്ഞു പോയാൽ ദീപപീഠം പോകുന്നു. ദീപം എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസമാണ്. വിശ്വാസം കുറയും. വിശ്വാസം കുറഞ്ഞാൽ ദൈവമായിട്ടുള്ള ലൈൻ കട്ടാവും. ഇതാണ് എൻ്റെ വിഷയം വരണത്. അപ്പം തീഷ്ണത പോകാതിരിക്കാൻ നോക്കണം. കർത്താവിനാണെങ്കിൽ തീഷ്ണതയുള്ളവരോട് ഭയങ്കര, അത് ഏലിയായോട് ചോദിക്കുന്ന ഭാഗമില്ലേ, ദൈവത്തിന് ഏലിയായ എന്താണ് ചെയ്യണമെന്ന് അറിയാം. ജെസബേലെ ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ വധിച്ചു. അതിന് പകരം ഏലിയ അഹാബിൻ്റെ പ്രവാചകന്മാരെയും ഭടന്മാരെയും വധിച്ചു. ബാലിൻ്റെ പ്രവാചകന്മാരെ വധിച്ചു. അപ്പം ഇങ്ങനെ ഭയങ്കരമായ രക്തരൂഷിതമായ വിഷയം നടക്കുന്ന സമയത്ത് ഏലിയ കർത്താവിൻ്റെ പേരിലാണെങ്കിൽ ഒറ്റപ്പെട്ടു പോകും. ഏലിയെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാതെ വരും. കൂട്ടത്തിലുള്ളൊരു കൈ ഒഴിഞ്ഞു പോകും. താൻ ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് സപ്പോർട്ട് ചെയ്യാൻ ഒരു സപ്പോർട്ടും ഇല്ലാതെ വരും. ഏലിയയുടെ കഥയിൽ ഞാൻ പഠിച്ച ഇതാണ്, ചില സമയത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ സപ്പോർട്ട് പോകും. എന്നിട്ടും അവൻ ഒറ്റ കൂടി ഒരു ഗുഹയുടെ ഉള്ളിലിരുന്നുകൊണ്ട് ദൈവത്തിന് നാം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം വന്നിട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഏലിയ, ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. 1 രാജാക്കന്മാർ 19:13-14. 1 രാജാക്കന്മാർ 19:13-14. ഏലിയ നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ഏലിയ നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അവൻ പ്രതിവചിച്ചു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി ഞാൻ അതീവ തീക്ഷ്ണതയാൽ ജ്വലിക്കുകയാണ്. ഇതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന് അറിയാം ഏലിയ തീഷ്ണത കൊണ്ട് ജ്വലിക്കുകയാണ്. ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ദൈവം ചോദിച്ചിട്ട് ഏലിയയുടെ വായിൽ തന്നെ അത് കേൾക്കണം. നിൻ്റെ തീഷ്ണത നിൻ്റെ പ്രാർത്ഥനയായും പ്രവൃത്തിയുമായി കേൾക്കാനും കാണാനും നിൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന ഉടമ്പടിയിലൂടെ കൈയിടിച്ച് കർത്താവ്